മാനവരുടെ പൊതുസംഘടന സ്ഥാപിച്ച ചാവറയച്ചൻ തന്നെയാണ് കേരള ക്രൈസ്തവ സഭയിൽ ആദ്യമായി കുരിശിന്റെ വഴിക്ക് മാതാനപ്പള്ളിയിൽ തുടക്കമിട്ടത്. വൈദികരുടെ ധ്യാനം, ഇടവക ജനങ്ങളുടെ ധ്യാനം എന്നിവ തുടങ്ങി വെച്ച 1746 ചാവറയച്ചൻ സ്ഥാപിച്ച പ്രസ് അക്ഷരാർത്ഥത്തിൽ ഒരു മുന്നേറ്റമായിരുന്നു. വാഴപ്പള്ളിയിൽ രൂപകൽപ്പന ചെയ്ത് മരത്തടിയിൽ നിർമ്മിച്ച പ്രസ് മാധ്യമരംഗത്തെ നിസ്തുല സ്മാരകമാണ്. സംസ്കാരത്തിന്റെ ആദ്യാക്ഷരം കൂടിയായിരുന്നു. മലയാളത്തിലെ ആദ്യവർഗമായ നസ്രാണി ലിപിയുടെ പിറവിയും ഈ പ്രസിൽ നിന്നായിരുന്നു. അക്ഷരങ്ങളെ തൊട്ടറിയുകയും അനുഭവിച്ചറിയുകയും ചെയ്ത ജീവിതമായിരുന്നു ചാവറയച്ചന്റെ. 1866 പൂനമാവിൽ സ്ത്രീകൾക്കായുള്ള CMC സഭ അദ്ദേഹം ചാവറയച്ചൻ സ്ഥാപിച്ച ഈ CMC സന്യാസിനി സമൂഹത്തിൽ നിന്നായിരിക്കാം. പെൺകുട്ടികൾക്ക് താമസിച്ചു പഠിക്കാൻ ബോർഡിംഗ് സ്കൂൾ സ്ഥാപിച്ചു. ഇത് വേൾഡിലെ ജർമ്മനി, UK, സ്വീഡൻ, അയർലൻഡ്, ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഓസ്ട്രിയ, കാനഡ, USA, പെറു, ഘാന, ടൻസാനിയ, നമീബിയ, മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ചാവറയച്ചൻ ഒരു കത്ത് എഴുതി തയ്യാറാക്കി. തന്റെ മരണശേഷം മാത്രമേ കത്ത് തുറക്കാവൂ എന്ന് അദ്ദേഹം കൽപ്പിച്ചു. ആ കത്ത് സഭയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രവചനങ്ങളായിരുന്നു. CMC സഭയുടെ സ്ഥാപനമടക്കമുള്ള ചരിത്ര പ്രധാന സംഭവങ്ങൾക്ക് ചാവറയച്ചൻ തിരഞ്ഞെടുത്തത് കൂനമ്മാവായിരുന്നു. ഒടുവിൽ 1870 ഒക്ടോബർ 15 തന്റെ അവസാന ദിവ്യബലിയും അവിടെ ആരംഭിച്ചു. രോഗാതുരമായ 1 വർഷവും 3 മാസവും പ്രാർത്ഥന മാത്രം ഉണ്ടാക്കി കൂനമ്മാവിലെ തന്റെ മുറിയിൽ ചാവറയച്ചൻ കഴിഞ്ഞു. രാവിലെ 7:30 ചാവറയച്ചൻ ദൈവസന്നിധിയിലെ വിശ്വയിലേക്ക് യാത്രയായി. 6 പതിറ്റാണ്ടുകളുള്ള പുണ്യജന്മമാരിയായിരുന്നു ചാവറയച്ചന്റെ ജീവിതം. അത്ഭുതങ്ങളായിരുന്നു അതിലെ ഓരോ മുത്തും. അദ്ദേഹത്തിന്റെ മരണസമയത്ത് ലയോപോൾഡ് മിഷണറി സമീപമുണ്ടായിരുന്നു. മതാചാരങ്ങളുടെ അതിർത്തിക്കുള്ളിൽ മാത്രമായിരുന്നില്ല ചാവറയച്ചന്റെ തൂലിക ചലിച്ചിരുന്നത്. കാവ്യഭംഗിയും സാഹിത്യ ദർശനങ്ങളുമെല്ലാം ആവോളമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അക്ഷരങ്ങൾക്ക്. ലയോപോൾഡ് മിഷണറി ആയിരുന്നു ചാവറയച്ചന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ജീവചരിത്രവും കൃതിയും പ്രസിദ്ധീകരിച്ചത്. ഇവിടെ আসি পোশাক শিকারো ഇവിടെ বোধ আসি পোশাক শিക്കെ. കുടുംബത്തിൽ പരിശീലിക്കേണ്ട നല്ല ശീലങ്ങൾ എന്ന നിലയിൽ ചാവറയച്ചൻ എഴുതിയ ഒരു നല്ല അമ്മയുടെ ചാവകൾ പ്രസിദ്ധമാണ്. 1986 ഫെബ്രുവരി 8 ജോൺ പോൾ ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. വിശുദ്ധിയിലേക്കുള്ള അച്ഛനെ വാഴ്ത്തപ്പെട്ട ചാവറയച്ചനെ ബഹുമാനിച്ച് ഭാരത സർക്കാരിനു വേണ്ടി അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന R. വെങ്കിട്ടരാമൻ തപാൽ സ്റ്റാമ്പ് പ്രകാശനം ചെയ്തു. 2014 മലയാളിയുടെ നല്ല ലോകത്തിന്റെ പുണ്യമായ ദിനം. 7 വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയം പാല കൊട്ടാരത്തിൽ ജോസ് ദമ്പതികളുടെ കുഞ്ഞായ മരിയയുടെ കോമരം സുഖപ്പെടുത്തിക്കൊണ്ട് ഫ്രാൻസിസ് പിതാവ് ചാവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഇപ്പോൾ മരിയയുടെ കണ്ണുകളിൽ കാണാം ചാവറയച്ചനെ ആ വിശുദ്ധിയുടെ തിളക്കം. ഭക്തി, ജ്ഞാനം, കുട്ടനാട്ടിൽ നിന്നും